തമിഴ് പാരമ്പര്യത്തിലൂടെ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് ജന്മദിനാശംസകളുമായി എത്തിയ സംഘം ഭക്തിക്കൊപ്പം ലോക നന്മയുടെ സന്ദേശം കൂടിയാണ് പ്രകടമാക്കിയത്. ഭക്തനെ ദൈവവുമായും പ്രകൃതിയുമായും സമൂഹവുമായും ബന്ധിപ്പിക്കുന്ന പരമ്പരാഗത സമ്പ്രദായങ്ങൾ അവർ അമ്മയ്ക്ക് മുൻപിൽ നേർച്ചയായി സമർപ്പിച്ചു. തമിഴ്നാട്ടിലെ വിവിധ ദേശങ്ങളിൽ നിന്നാണ് 200ഓളം വരുന്ന സംഘം അമ്മയ്ക്ക് പരമ്പരാഗത രീതിയിലുള്ള നേർച്ചകളുമായി എത്തിയത്. മുളൈപ്പൊരി, പാൽക്കുടം, മാവിളക്ക്, അഗ്നിച്ചട്ടി എന്നിങ്ങനെ ഒരു ദേശത്തിന്റെ സംസ്കാരവും ഭക്തിയും ഒരുമിച്ച് ചേരുന്ന വഴിപാടുകൾ അവർ അമ്മയ്ക്ക് മുമ്പിൽ നേർച്ചയായി സമർപ്പിച്ചു. മുളച്ച ധാന്യങ്ങൾ വളർച്ചയുടെയും ഫലഭൂയിഷ്ഠതയുടെയും സമൃദ്ധിയുടെയും പ്രതീകങ്ങളായാണ് ദേവിക്ക് സമർപ്പിച്ചത്. സ്ത്രീകൾ ഒരുമിച്ച് മുളകളെ വളർത്തുമ്പോൾ ഐക്യവും ഭക്തിയും ശക്തിപ്പെടുന്നു. ഇത് പുനരുജ്ജീവനത്തെയും സുസ്ഥിരമായ ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അമ്മയല്ലാതെ ലോകമില്ല എന്ന മഹത്തായ ആശയമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. കൊട്ടിയ കൈ വളിച്ചു പോച്ച്, നല്ല കോടി വളവിക വിട്ടു പോച്ച്, കോടി വളവിക വിട്ടു പോച്ച്, നിത്തിര വന്ന് നിലവ മറക്കി ഉത്തരവ് കൊടു കളിത്തായേ. പരിശുദ്ധിയുടെയും ദൈവത്തിന് കീഴടങ്ങലിന്റെയും പ്രതീകമായി പാൽക്കലശങ്ങളിൽ കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് പാൽക്കുടം ചടങ്ങ്. അച്ചടക്കം, വിനയം, ഭക്തി എന്നിവയെ സൂചിപ്പിക്കുന്ന ഈ വഴിപാടിലൂടെ അമ്മയുടെ കൃപ പാൽ പോലെ ശുദ്ധവും പോഷകപ്രദവുമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അരിപ്പൊടി, ശർക്കര, നെയ്യ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു വിളക്ക് ദേവിക്ക് വേണ്ടി കത്തിക്കുന്നു. ഇത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് മാവിളക്ക്. ഇത് ഇരുട്ട് നീക്കം ചെയ്യുന്നതിനെയും ദിവ്യപ്രകാശം വ്യാപിപ്പിക്കുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഘോഷയാത്രയായി പവിത്രമായ അഗ്നിയുടെ ഒരു കലശം തലയിൽ വഹിക്കുന്നു. ഇതാണ് അഗ്നിച്ചട്ടി. ഇത് ആത്മശുദ്ധീകരണം, സംരക്ഷണം, ദിവ്യശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായി കൈമാറി വരുന്ന ഈ ചടങ്ങുകൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചതോടെ ലോകനന്മ എന്ന മഹത്തായ ആശയമാണ് പ്രകടിപ്പിച്ചത്. ക്യാമറാമാൻ പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, അമൃതപുരി.